ഓക്കെ ഗൈസ്, ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഓക്കെ അപ്പോൾ ഗൈസ്, അപ്പോൾ ഇന്നെന്തായാലും ഗൈസ് റിപ്പബ്ലിക് ഡേ കണക്കാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് അവിടെ സിറ്റിയിൽ ചെയ്യാമെന്നൊക്കെയാണ് ഞാൻ ഷിൻജാനും അതേപോലെ തന്നെ നമ്മുടെ ഗ്രാനിയും എല്ലാവരും എന്തായാലും വിചാരിച്ചിരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ ഓക്കെ അപ്പോൾ നമുക്കെന്തായാലും ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തായാലും ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും നമ്മുടെ ഇന്നെന്തായാലും റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ല, നമുക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യാം. ഓക്കെ, നമുക്കെന്തായാലും പോയിട്ട് നമ്മുടെ ഷിൻജാനെ വിളിച്ചിട്ട് വരാം. ഷിൻജാനെ, ഗ്രാനിയെ, ടൈഗറെ എല്ലാവരും ഒന്ന് ഓടുക. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഇന്ന് റിപ്പബ്ലിക് ഡേ ഒക്കെ അല്ലേ, നമുക്കപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്താലാ? ആടെ ഷിൻജാന, അത് തന്നെ ഞാനും പറഞ്ഞു വേണം. ഐ സി യു മക്കളെ, ഹാപ്പി റിപ്പബ്ലിക് ഡേ. എല്ലാം ഗ്രാനിയുടെ വകയായിട്ടാണ്. ഫ്രാങ്ക്ലിൻ മോൻ പറഞ്ഞില്ലായിരിക്കും, പക്ഷേ ഗ്രാനി അമ്മായി നിങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു. ഹാപ്പി റിപ്പബ്ലിക് ഡേ. എൻ്റെ പൊന്ന് ഗ്രാനി, നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്? മര്യാദയ്ക്ക് റിപ്പബ്ലിക് ഡേ എന്ന് പറയാൻ പോലെ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അത് പോട്ടെ, ഞാനാണെങ്കിൽ ആദ്യം പറഞ്ഞതാണ്, നിങ്ങൾ ഇപ്പോഴാണല്ലോ പറയണ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കെന്തായാലും ഇന്ന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണം. നമ്മൾ പിന്നെ തുടക്കം തന്നെ നമ്മളെന്തായാലും നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഡിഫൻഡറൊക്കെ നമ്മുടെ ഡിഫൻഡർ നമ്മൾ രണ്ടെണ്ണം കൂടെ വാങ്ങിച്ചിട്ട് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഒരു തീം പോലെ ആക്കി വെച്ചിട്ട് എന്നാലും ഉണ്ട്. ഓറഞ്ച്, വെള്ള, പച്ച ഒക്കെ ഒരു ചെറിയൊരു തീമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, എന്തായാലും നൈസായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഓറഞ്ച്, വെള്ള, പച്ച. ഓക്കെ, എന്തായാലും നൈസായിട്ടുണ്ട്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഇന്നെന്തായാലും നമ്മുടെ സിറ്റിയുടെ സിറ്റി സെൻറ്റർ ഏരിയയിൽ നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് നമുക്ക് എന്തായാലും ചെയ്യാം കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യാം. ആടെ ഷിൻജാൻ, നമുക്കിപ്പോൾ നേരെ തന്നെ നമ്മുടെ സിറ്റി സെൻട്രൽ ഏരിയ സെൻട്രൽ ഏരിയ എന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തായിട്ട് വലിയൊരു ഏരിയ കിടക്കണില്ല, അവിടെ ആയിട്ടാണ് ഞാൻ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ പണിയാണ്. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അങ്ങോട്ടൊക്കെ പോകണോ? നമുക്കിവിടെ അടുത്തെവിടെയെങ്കിലും ഉണ്ടായിക്കൂടെ? എടാ ഷിൻജാനെ, എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകണമെന്ന് വെച്ചാൽ. നമുക്ക് ഈ ഏരിയയിൽ പണിയടാ. ഇത് നല്ലൊരു ഏരിയയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ വലിയൊരു ഇതങ്ങ് നൈസായിട്ട് അങ്ങ് പണിങ്ങി വയ്ക്കുക അല്ലേ ഫ്രാങ്ക്ലിൻ ചേട്ടാ? ആടെ ഷിൻജാന, നമുക്കിപ്പോൾ നമ്മുടെ ഈ ഒരു ഡിഫൻഡർ നമുക്കെന്നാലും അവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്തില്ല, അതായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഗൈസ് ഞാൻ ഷിൻജാനും ഗ്രാനി അതേപോലെ നമ്മുടെ ടൈഗർ എല്ലാവരും കൂടെ എന്തായാലും ചേർന്ന് എന്തായാലും ഒരു 6 ബസ് കണക്കുന്ന നൈസായിട്ട് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടാ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ഈ 6 ബസ്സൊക്കെ എന്തിന്? നമ്മൾ ബസ്സൊന്നല്ലോ ഓടിക്കാൻ പോകണം, നമ്മൾ ഇന്ത്യയുടെ ഫ്ലാഗല്ലേ ഉണ്ടാക്കാൻ പോണേ. ആടെ ഷിൻജാന, ഇന്ത്യയുടെ ഫ്ലാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ ഇത് വാങ്ങിച്ചത്. കഴിഞ്ഞ വർഷം ഞാനാണെങ്കിൽ ഇഷ്ടം പോലെ പൈസ ഇറക്കി പുതിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിസാൻ GTR കുറേ വാങ്ങിച്ചിട്ടാണ് വലിയൊരു ഫ്ലാഗ് ഉണ്ടാക്കിയത്. ഒരു വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, പക്ഷെ അത് റിപ്പബ്ലിക് ഡേ അല്ല കേട്ടോ, അത് വേറെ എന്തോ ഒരു ഡേയിലെന്തോ ആയിരുന്നു തോന്നുന്നു. ഓക്കെ, നമ്മുടെ മറ്റേ ഡേ എന്തായിരുന്നല്ലേ, മറന്നല്ലോ. ഓക്കെ, അത് നമ്മുടെ വേറെ ഏതൊരു ഡേയിലാണ് കേസ് നമ്മളെന്തായാലും ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, അത് ഇൻഡിപെൻഡൻസ് ഡേയിലാണെന്ന് തോന്നുന്നു കേട്ടോ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, അത് ഇൻഡിപെൻഡൻസ് ഡേയിലാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, നമ്മൾ ഇതുവരായിട്ട് റിപ്പബ്ലിക് ഡേയിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേയിലാണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, ഇൻഡിപെൻഡൻസ് ഡേക്ക് നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നിന്ന് വീഡിയോ ഇട്ട്, നമ്മുടെ ലോക്കി ക്രാഫ്റ്റിൽ നിന്ന് ഇട്ട്, പിന്നെ നമ്മുടെ മറ്റേ ഗെയിമിൽ നിന്ന് ഇട്ട് അവിടെ ബസ് സിമുലേറ്റർ. ഓക്കെ, അതൊക്കെ നിങ്ങളെന്തായാലും ഓർക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പം നമുക്കെന്തായാലും ഇപ്പോൾ എന്തായാലും ഞാൻ ബസ് വെച്ചാണ് ഇവിടെ ഫ്ലാഗ് ഉണ്ടാക്കാനായിട്ട് പോകുന്നതല്ലോ. ഒരു സിമ്പിൾ ഫ്ലാഗാണ്. ഓക്കെ, വലിയ കാര്യമായിട്ട് ഡെക്കറേഷൻ ഒന്നും ഞാൻ കൊടുക്കുന്നില്ല. ഓക്കെ, പിന്നെ ഇതിൻ്റെ എല്ലാത്തിനും കളറ് കണക്ക് മാറ്റണം കേട്ടോ. നമ്മുടെ ഒരു ഫ്രണ്ടായിട്ടുള്ളൊരു ബെന്നിയില്ല, അവനെ നമ്മളെന്തായാലും വിളിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കെന്തായാലും അവനെ എന്തായാലും വിളിച്ചിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കളർ മാറ്റണം. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഏറ്റവും അറ്റത്തന്നെ എന്തായാലും തുടങ്ങാം കേട്ടോ, നല്ലോണം ചേർത്തിടാം. ഓക്കെ, നമുക്ക് പറ്റുമെങ്കിൽ അശോക ചക്രം കൂടെ കൊടുക്കാം കേട്ടോ. ഓക്കെ, അശോക ചക്രം കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ല, കാരണം വെച്ചാൽ അതിച്ചിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. അശോക ചക്രം കൊടുക്കണമെങ്കിൽ നമ്മൾ അശോക ചക്രം പറഞ്ഞ ഏരിയ മൊത്തം നമ്മൾ വൈറ്റ് ആക്കേണ്ടി വരും. ഓക്കെ, അതൊരു സീനുണ്ട്. ഓക്കെ, നമ്മൾ ഒരു ലെയർ മാത്രം ഉണ്ട് കേട്ടോ പിന്നെ ബസ് ഇടണമെന്ന് വെച്ചാൽ. ഓക്കെ, നമുക്കപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമ്മുടെ ഫസ്റ്റത്തെ ഏരിയ മൊത്തത്തിൽ എന്തായാലും സെറ്റ് ആക്കിയിട്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമ്മുടെ ഒരു ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ അടിയിലത്തെ ഒരു പോർഷൻ ഇവിടെ ഒരു പച്ച ലെയർ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ വെള്ളയും കൂടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നടുക്കിലൂടെ അശോക ചക്രം സെറ്റ് ചെയ്യണം. അതിനായിട്ട് ഞാൻ എന്തായാലും നമ്മുടെ സിമ്യോണല്ലോ, സിമ്യോണൊക്കെ നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ഫ്രണ്ട് ഇടാം. ഓക്കെ, അവൻ്റെ കൂടെ പറഞ്ഞാൽ എന്തായാലും ഒരു 5 ഇതേപോലത്തെ നമ്മുടെ ബ്ലൂവും വൈറ്റും കളറിലുള്ള നമ്മുടെ ഇതേതുകൊണ്ടായിരുന്നു ഫോർഡിൻ്റെ എൻഡോറിങ് കണക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മൾ കറക്റ്റായിട്ട് സൈഡിൽ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മളെന്തായാലും 2 ലെയറായിട്ടാണ് നമ്മളെന്തായാലും അശോക ചക്രം ബിൽഡ് ചെയ്യണമെന്ന് വെച്ചാൽ. ഓക്കെ, എന്നിട്ട് അശോക ചക്രം വേണോ വേണ്ടേന്നാണ് ഞാൻ ആലോചിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ,
കാരണം അശോക ചക്രം കൊടുക്കുന്ന സമയത്ത് ഇവിടെ നല്ല രീതിക്ക് ഹൈറ്റ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ കാരണം ഈ എൻഡോറിന് ഭയങ്കര ഹൈറ്റ് കുറവാണ്. ഓക്കെ, അത് മാത്രമല്ല ബസ്സിന് നല്ല ഹൈറ്റും കൂടുതലാണ്. ഓക്കെ, എൻഡോറിന് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും നോക്കിയൊക്കെ എന്തായാലും നമുക്കെന്തായാലും ഇവിടെ ഇപ്പം നല്ല രീതിക്ക് എന്തായാലും ചേർത്തന്നെ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഇവിടെ എല്ലാം നല്ലോണം ചേർത്തന്നെ എന്തായാലും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു ഗ്യാപ്പ് പോലും വരാൻ പാടില്ല ഗൈസ്. ഓക്കെ, നമുക്ക് കറക്റ്റായിട്ട് ഈ ടയറിൻ്റെ ഭാഗത്തിന് അങ്ങ് ഇടാം ഗൈസ്. ഓക്കെ, കണ്ട ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മളിതെല്ലാം കഴിഞ്ഞെടുത്ത് മാറ്റില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഫ്രാങ്ക്ലിനെ എനിക്കൊന്നും കഴിക്കാൻ കിട്ടൂലേ? എടാ ടൈഗറെ, ഞാൻ ഇവിടെ ഒരു കാര്യം ചെയ്തുകൊണ്ട് നിൽക്കുകയല്ലേ എടാ, പിന്നെ തരണം നിനക്ക്. പക്ഷെ എൻ്റെ പൊന്നെ ഇവൻ എപ്പോഴും തീറ്റകളെ, എന്നെ ഒന്നൊന്ന് സഹായിക്കേ. എടാ ഷിൻചാനെ, നീ അവിടെ ചുമ്മായിരുന്നു വീഡിയോ എടുക്കണം. എടാ വന്ന് സഹായിക്കടാ എന്നെ. ഫ്രാങ്ക്ലിൻ ചേട്ടാ, ചേട്ടൻ തന്നെ ചെയ്യ്, ഞാൻ ഇവിടെ കുറച്ചു നേരം ചുമ്മാ നിൽക്കട്ടെ. ബെസ്റ്റ്. എന്നോട് പറഞ്ഞ എന്നാണ് അടിക്കാൻ. അതെന്തെങ്കിലുമൊക്കെ കേട്ടോ. ഓക്കെ, നമുക്കെന്തായാലും ഇങ്ങനെ കറക്റ്റായിട്ട് അങ്ങ് ഇടാൻ കേട്ടോ. ഓക്കെ, ഈ ഒരു അശോക ചക്രം ബിൽഡ് ഇച്ചിരി പണിയാണ്. ഓക്കെ, നമുക്ക് എന്നിട്ട് എന്തായാലും ആ വെള്ള ലെയറും കൂടെ ബിൽഡ് ചെയ്തിട്ടാണ് നമ്മുടെ അവസാനത്തെ ഓറഞ്ച് ലെയറും കൂടെ ഇടാനെന്ന് വെച്ചാൽ. ഓക്കെ, എന്നാലേ നമ്മുടെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ ഐ സി യു മക്കളെ, ഇതുവരെയായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴും തന്നെ സബ്സ്ക്രൈബ് കണക്കെ ചെയ്യാം മക്കളെ. നമ്മുടെ ഫ്രാങ്ക്ലിൻ മോൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കണ ഫോർച്യൂണറല്ലോ എൻ്റെ അവർക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കിടുക്കാച്ചായിട്ടുള്ളൊരു പ്രോജക്റ്റാണ് ഇതെന്ന് വെച്ചാൽ. എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ മക്കളെ. പാവം ഫ്രാങ്ക്ലിൻ മോൻ. ഗ്രാനി നിങ്ങൾ ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല, അവർ ചെയ്തോളാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സബ്സ്ക്രൈബ് ലൈക്ക് എല്ലാം തന്നെ ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊക്കെ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അയ്യോ ഗൈസ്, ഇതൊരു സീനുണ്ടോ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ ഇച്ചിരി പണിയായി കേട്ടോ. നമ്മുടെ അശോക ചക്ര അല്പം അലിമ്പാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഗൈസ് നമ്മുടെ ഇന്ത്യ ഫ്ലാഗുകളൊക്കെ ഫൈനലി എന്തായാലും പൂർത്തിയാവാറായിട്ട് എന്തായാലും ഉണ്ടാകണം. അവർ എൻ്റെ വരച്ചിട്ടുള്ള ആ ഒരു ലെയർ ഇട്ടിട്ടുണ്ടോ. ഇനി നമുക്ക് എന്തായാലും അവസാനം നമ്മുടെ ഒരു ഓറഞ്ച് ലെയർ കൂടെ ഇട്ടാൽ നമ്മുടെ സാധനം സെറ്റ് ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ ആളെ നൈസായിരിക്കും തോന്നുന്നു. ഓക്കെ, പക്ഷെ നമ്മുടെ ഒരു അശോക ചക്ര പറഞ്ഞ നടുക്കിലത്തെ ഏരിയയില്ല, അത് നല്ല രീതിക്ക് എന്തായാലും അലമ്പാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്നാലും അത് നമ്മൾ കാറല്ല ഇട്ടതൊക്കെ, ഇത് ഇത്രയും നമ്മൾ ബസ്സല്ല ഇട്ടത്, നമ്മുടെ ഈ സാധാരണ ബസ്സൊക്കെ എല്ലാം സെക്കൻഡ് ഹാൻഡ് ബസ്സാണ്. ഓക്കെ, എല്ലാത്തിൻ്റെയും കളറെല്ലാം ഒരേപോലത്തെയാണ്. ഓക്കെ, നമ്മൾ പിന്നെ പെയിൻ്റൊക്കെ മാറ്റി ഇങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നല്ലോണം എന്തെങ്കിലും ചേർത്ത് എന്തായാലും ഇടാം. ഓക്കെ, നമ്മളിനി പിന്നെ എപ്പോഴെങ്കിലും എടുക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും നമ്മുടെ റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻ ഇതാണ് ഗൈസ്. ഓക്കെ, പക്ഷെ എൻ്റെ നൈസായിട്ട് തന്നെ എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്കെന്തായാലും ഇച്ചിരിയും കൂടെ എന്നാലും ഫ്രണ്ടിലോട്ട് കയറ്റിയിടാം. ഓക്കെ ഗൈസ്, നമ്മളങ്ങനെ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കെന്തായാലും മുകളിൽ നിന്നുള്ളൊരു വ്യൂ എന്തായാലും നോക്കണം കേട്ടോ. അതിനായിട്ട് നമുക്കെന്തായാലും ഡ്രോണുകളൊക്കെ എന്തായാലും വേണ്ടി വരും. നമുക്കെന്തായാലും ഡ്രോൺ എന്തായാലും നൈസായിട്ട് പോയി എടുത്തിട്ട് വരാം. ഓക്കെ, നമ്മുടെ വീടിൻ്റെ അകത്ത് എന്തായാലും ഡ്രോൺ ഇരിപ്പുണ്ട്. അല്ലെങ്കിൽ വേണ്ട, നമ്മുടെ ഷിൻചാനോട് പറഞ്ഞിട്ട് പോയി വരാം. നമ്മളെന്തിനു ചുമ്മാ പോണേ. എടാ ഷിൻചാനെ, എന്ത് ഫ്രാങ്ക്ലിൻ ചേട്ടാ? എടാ ഷിൻചാനെ, നീ ഒരു കാര്യം ചെയ്യ്. നീ എന്തായാലും നേരെ വീടിൻ്റെ അകത്ത് കയറി പോയിട്ട് നമ്മുടെ ഒരു സൂപ്പർ പവർഫുൾ ഒരു കിടിലൻ ഡ്രോൺ അല്ലേ, നല്ല ക്യാമറ ഉള്ള ഡ്രോൺ, ആ ഡ്രോൺ അങ്ങ് പോയി പതുക്കെ അങ്ങ് എടുത്തിട്ടാണ്. എന്നിട്ട് നമുക്ക് എന്തായാലും ആ ഡ്രോൺ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ കാണിച്ചെടുക്കാം. ഫ്രാങ്ക്ലിൻ ചേട്ടാ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇനി നിങ്ങൾ കാണാനായിട്ട് പോണ ഡ്രോൺ വെച്ചിട്ടുള്ള ഒരു വ്യൂ ആണ്. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഉണ്ടാക്കിയ ആ ഒരു ഫ്ലാഗിൻ്റെ ആ ഒരു അവസാനത്തെ ലുക്ക് എന്ന് പറയണത്. എൻ്റെ മോനെ വിഷയം എന്ന് വെച്ചാൽ വിഷയം ലുക്കാണ് കേട്ടോ. നമ്മൾ ജസ്റ്റ് എന്തായാലും ചുമ്മാ കാറും ബസ്സൊക്കെ വെച്ച് ജസ്റ്റ് എന്തായാലും ഒന്ന് ഉണ്ടാക്കിയതാണ് എന്താ സംഭവം എന്ന് വെച്ചാൽ. ഓക്കെ, നല്ല രസമാണ്. ഇങ്ങനെയാണ് ഇരിക്കണമെന്ന് വെച്ചാൽ. ഓക്കെ, ഒരു ചെറിയൊരു ഫ്ലാഗാണ്. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം എന്ത് വലിയ ഫ്ലാഗാണ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ. ഓക്കെ, അത് നൈസൊരു ഫ്ലാഗായിരുന്നു. ഓക്കെ, പക്ഷെ അവസാനമായപ്പോൾ അതെന്തായാലും അലിമ്പായി പോയി. കുറേ വണ്ടികളൊക്കെ ഇടിച്ച് പൊളിഞ്ഞ് എല്ലാം മണ്ടക്കൊക്കെ ആയി ആകെ അലിമ്പായി ഗൈസ്. ഓക്കെ, അത് കുഴപ്പമില്ല. ഓക്കെ, എന്തായാലും ഇതെന്തായാലും നൈസായിട്ടുണ്ട് കേട്ടോ. ഇതൊരു സിമ്പിൾ സാധനമാണ്. ഓക്കെ, എന്തായാലും നിങ്ങൾക്കും ചെയ്ത് നോക്കാനുള്ള ഒരു സാധനമേ ഉള്ളൂ. നിങ്ങളെന്തായാലും റിപ്പബ്ലിക് ഡേ ഒക്കെ ആയതുകൊണ്ട് ഉണ്ടാക്കി എന്തായാലും നോക്കൊക്കെ. എന്തായാലും എനിക്ക് നല്ല അത്യാവശ്യം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. എന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ കാണാനായിട്ട് തന്നെ. ഓക്കെ, എന്തായാലും പൊളിയാണ്. ഓക്കെ, അപ്പം എന്തായാലും അവസാനമായിട്ട് എല്ലാവർക്കും കൂടെ ഒരിക്കൽ കൂടെ എന്തായാലും പറയാണ് ഹാപ്പി റിപ്പബ്ലിക് ഡേ. ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഓക്കെ, ഫ്രാങ്ക്ലിൻ ചേട്ടൻ നൈസായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ സാധനം ആടെ ഷിൻചാൻ, അത് നീ പറഞ്ഞ ശരിയാണ്, വേറെ ലെവലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. പൊളി സാധനം. ഫ്രാങ്ക്ലിൻ ചേട്ടാ. ഓക്കെ ഗൈസ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് എൻ്റെ നിർത്തിയൊരു വീഡിയോകളൊക്കെ. എല്ലാവർക്കും എൻ്റെ നിർത്തിയൊരു വീഡിയോകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും ഒരു പുതിയൊരു കിടിലെ വീഡിയോ ഇട്ട് ഞാൻ വീണ്ടും എന്തായാലും വരുന്നതാണ്. ഓക്കെ,
അപ്പം പുതിയൊരു കിടിലൻ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. ടേക്ക് കെയർ.